Good morning. അവള് പോസ് ചെയ്യുന്നു. Good morning. ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു ചെക്കപ്പ് ഡേയിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഇന്ന് എനിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ചെക്കപ്പ് ഉണ്ട്. സോ അതിന് പോകാൻ വേണ്ടി എല്ലാവരും രാവിലെ തന്നെ എണീറ്റു. പക്ഷേ കൊച്ചുങ്ങളെ കുളിപ്പിച്ചും കഴിപ്പിച്ചും ഞങ്ങൾ റെഡിയായും ഒക്കെ വന്നപ്പോഴേക്കും നല്ല ലേറ്റായി. ഒരു 10 മണിക്കൊക്കെ ആയിരുന്നു അപ്പോയിൻമെൻറ്റ്. പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും 11:45 കഴിഞ്ഞു. മിക്കപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് 1.5 മാസം ചെക്കപ്പിന് മാത്രമേ പോയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ചെക്കപ്പിന് പോകുന്നത്. ഇപ്പം സീതയ്ക്കൊരു 4.5 മാസമൊക്കെ ആയി. ഇത് എൻ്റെ ഡെലിവറി നടന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ്. കാശിയുടെ ആണെങ്കിലും സീതയുടെ ആണെങ്കിലും 2 പേരുടെ ഡെലിവറി ഇവിടെ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ കാര്യങ്ങൾക്കാണേലും അച്ഛൻ്റെ കാര്യങ്ങൾക്കാണേലും കുട്ടികളെ കാണിക്കുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് സമയം എടുക്കുന്നതുകൊണ്ടും കാശി പിന്നെ കളിക്കാൻ പോയി. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇവിടെ കയറിയും കളിക്കും. പിന്നെ തിരിച്ചു വരാൻ വേണ്ടി ഭയങ്കര പാടാണ്. നല്ല കരച്ചിലും ബഹളമായിട്ടാണ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പൊക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 1:30 ആയതുകൊണ്ടായിരിക്കും കുട്ടികളെല്ലാം പോയി, അല്ലെങ്കിൽ കുറേ കുട്ടികളുണ്ടാകുന്നതാണ്. പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ കയറി. ഒരു 2 മണി 2:30 ആയി. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഇത് ഹോസ്പിറ്റലിൻ്റെ തന്നെ ക്യാൻറ്റീനാണ്. സോ ഞങ്ങൾ എപ്പോൾ വന്നാലും ഇങ്ങനെ തിരക്കാണ്, ലേറ്റ് ആവുകയാണ്, വിശക്കുന്നു അങ്ങനെയൊക്കെയുള്ള കേസിൽ ഇവിടുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. ഞങ്ങളവിടുന്ന് കഴിച്ചത് ബിരിയാണിയും ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു 3 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ കൂടുതലും ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ടോയ് ഒക്കെ ഉണ്ടെങ്കിൽ പുറകെ ഞങ്ങളോട് അങ്ങ് ഇരുന്നോളും, അതോടങ്ങ് കളിച്ചോളും. വീട്ടിലെത്തി എല്ലാവരും ഫ്രഷ് ആയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിരുന്നപ്പോഴേക്കും ട്യൂഷൻ പഠിക്കാൻ വേണ്ടി കുട്ടികളെത്തി. അവർ വന്നു കഴിഞ്ഞാലും കാശിയും സീതയും പുറത്തായിരിക്കും. കാശി അവരോടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞും കളിച്ചൊക്കെ നടക്കും. സീതയും ഉറങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ ആരുടെയെങ്കിലും കയ്യിലായിരിക്കും. എൻ്റെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും കയ്യിലങ്ങ് നടന്ന് പുറത്തൊക്കെ ഒന്ന് നടന്നോളും. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഉള്ള ഈ ഒരു ഈവനിങ് വോക്കും പഠിപ്പിക്കലും ഒക്കെ കഴിയുമ്പോഴത്തേനും സന്ധ്യയാവും. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ കുറച്ച് നേരം അകത്തായിരിക്കും പരിപാടി. അവിടെ ഒരു ആത്തച്ചക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനും കാശിയും കൂടെ അതങ്ങ് തീരുമാനമാക്കി. അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ്റെ അടുത്തൊരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അച്ഛനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഇങ്ങനെ ടി വിയിലിരുന്നങ്ങ് കാണും. കുറേ നല്ല നല്ല ഓർമ്മകളും ഓരോരുത്തർ അച്ഛനെ പറ്റി പറയുന്നതും അച്ഛൻ്റെ അവിടുത്തെ ആ സമയത്തുണ്ടായിരുന്ന നല്ല നല്ല മെമ്മറീസും ഒക്കെ അതിലവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രുദ്രൻ ഡാൻസ് ട്രൂപ്പിൻ്റെ നല്ല തകർപ്പൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അവർക്ക് കുറേ പ്രോഗ്രാംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. സോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.